പ്രിയപ്പെട്ടവരെ, ഇത്രയും കാലം അമേരിക്കക്കൊപ്പം ഏതൊരു യുദ്ധത്തിലും ആത്മാർത്ഥമായി പങ്കെടുത്തിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഇപ്പോൾ അമേരിക്കയോട് വിട പറയുന്ന ചരിത്രമാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറ്റലി അവരുടെ വ്യോമതലങ്ങൾ മുഴുവനായി അമേരിക്കക്ക് അടച്ചിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് തന്നെ സ്പെയിൻ അതേ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ വ്യോമതാവളങ്ങളോ സംവിധാനങ്ങളോ അമേരിക്കക്ക് ഉപയോഗിക്കാൻ പാടില്ല. ആകാശത്തുകൂടെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പറക്കുന്നത് പോലും സ്പെയിൻ നിരോധിച്ചിരിക്കുകയാണ്. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഒരു നിലയിലും പങ്കുചേരാൻ താല്പര്യമില്ലെന്ന് മാത്രമല്ല, അതിന് അമേരിക്കയെ ഒട്ടും സഹായിക്കുകയില്ല എന്ന നിലപാടും സ്പെയിൻ സ്വീകരിച്ചു. എന്നാൽ തൊട്ടടുത്ത് ഇറ്റലിയും സമാനമായ രീതിയിലുള്ള നീക്കം നടത്തിയിരിക്കുകയാണ്. അമേരിക്കക്ക് പൂർണ്ണമായി അവരുടെ വ്യോമതലങ്ങൾ പോലും നിഷേധിച്ചിരിക്കുകയാണ്. എന്നാൽ അവസാനം വരുന്നത് അമേരിക്കക്കൊപ്പം ചേർന്ന് എല്ലാ തലങ്ങളിലും സിറിയയിലും ലിബിയയിലും എല്ലാം കൂട്ടുചേർന്ന് ആക്രമണം നടത്തിയ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായ ഫ്രാൻസ് ഇപ്പോൾ അമേരിക്കയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഫ്രാൻസിനെതിരെ ഭീഷണിയുമായി ഇസ്രായേൽ വരുന്നു. അതിന്റെ എല്ലാം അപ്പുറത്ത് ഇപ്പോൾ തളർന്നിരിക്കുന്ന അമേരിക്കയെ വീണ്ടും തളർത്തുന്ന പ്രസ്താവനയുമായി പോളണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പോളണ്ടിൽ നിന്നും പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് അവിടെ അമേരിക്ക വിന്യസിച്ചിരുന്ന ഡിഫൻസ് സിസ്റ്റങ്ങളാണ് മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോളണ്ട് ഇപ്പോൾ പൂർണ്ണമായി അത് നിഷേധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, ബ്രിട്ടൻ ശക്തമായി ഈ നിലപാടുകൾക്ക് എതിരാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ബ്രിട്ടനുമായി ശക്തമായ വാക്കേറ്റങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ യൂറോപ്പ് ഇപ്പോൾ പൂർണ്ണമായും അമേരിക്കയിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പതിറ്റാണ്ടുകളായി അമേരിക്കൻ പ്രസിഡന്റുമാർ കാത്തു സൂക്ഷിച്ചിരുന്ന അമേരിക്കയുടെ പ്രതാപങ്ങളെല്ലാം തച്ചുടക്കുന്ന ചരിത്രത്തിലെ അമേരിക്കൻ ചരിത്രത്തിലെ ഏക പ്രസിഡന്റായി അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപ് മാറിയിരിക്കുന്നു എന്ന വസ്തുതയാണ് ഇപ്പോൾ ലോകത്തിന് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇറാന്റെ ചേരിയിലേക്ക് ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ചേർന്നിട്ടില്ലെങ്കിൽ പോലും അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഒരുപക്ഷെ ഈ നിലപാട് അവരെല്ലാം ഇറാൻ ചേരിയിലേക്ക് എത്തിക്കുമോ എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. എന്തായിരുന്നാലും ലോക പോലീസ് ഇനി ലോക പോലീസ് അല്ലാതാകുന്ന, മിഡിൽ ഈസ്റ്റിൽ ആധിപത്യമില്ലാത്ത അമേരിക്കയാണ് ഭാവിയിലെ അമേരിക്ക എന്ന് മനസ്സിലാകുന്നു. യഥാർത്ഥത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാൻ നടത്തിയിട്ടുള്ള പ്രതിജ്ഞകളെല്ലാം അക്ഷരാർത്ഥത്തിൽ അവർ പ്രവൃത്തിവൽക്കരിക്കുന്നു എന്ന് ഇതിലൂടെ കാണാൻ സാധിക്കുന്നു. അതിനുവേണ്ടി ഇറാൻ നടത്തിയ സൈനിക സംവിധാനങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തുന്നു. അവരുടെ എല്ലാ പ്രോക്സികളെയും ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും യമനിൽ നിന്നും അതുപോലെ ലെബനാനിൽ നിന്ന് ഇറാനിൽ നിന്ന് തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും ഒരുമിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളിലേക്ക് ഇറാൻ കടന്നു കഴിഞ്ഞു. ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ഏകീകൃത ആക്രമണമാണ് ഇസ്രായേലിനെതിരെ ഇനി നടക്കാൻ പോകുന്നത് എന്നതാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പരാജയപ്പെട്ട യുദ്ധമായി ഇറാനെതിരെയുള്ള ഈ കടന്നുകയറ്റം മാറിയിരിക്കുകയാണ്.